മൂന്നാമതും പ്രധാനമന്ത്രി പദത്തിലേക്ക് നരേന്ദ്രമോദി എൻഡിഎ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തു. മോദിക്കൊപ്പമെന്ന് സഖ്യകക്ഷികൾ. Propose the name of Sri Narendra Modi ji for the post of Prime Minister of this great nation. और आपके नेतृत्व में सब लोग काम करेंगे, सब लोग चलेंगे इन्हीं शब्दों के साथ. രാഷ്ട്രപതിയെ കാണാൻ നേതാക്കൾ. മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. മന്ത്രിസ്ഥാനങ്ങളിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. സുപ്രധാന വകുപ്പുകൾ ബിജെപിക്ക് തന്നെ. എൻഡിഎ സഖ്യത്തെ പ്രശംസിച്ച നരേന്ദ്രമോദി. के प्रति कमिटेड वैसा ये समूह है. पहले भी एनडीए थी, आज भी एनडीए और कल भी एनडीए है. സഖ്യകക്ഷികളുമായി ഉള്ളത് ഉലയാത്ത ബന്ധം. ഇന്ത്യ സഖ്യത്തിനു വിമർശനം. 10 साल बाद भी कांग्रेस 100 के आंकड़े को नहीं छू पाई. കേരളത്തിലേത് ബലിദാനികളുടെ इतना ത്യാഗത്തിന്റെ നേട്ടം. जुल्म एक विचारधारा को लेकर के जीने वाले लोगों पर हुआ होगा तो सिर्फ मैं कह सकता हूं केरल में हुआ. മാറ്റത്തിന് ബിജെപി സംസ്ഥാന നേതൃത്വം. കെ സുരേന്ദ്രനെ രാജ്യസഭയിലെത്തിക്കാൻ നീക്കം. വി മുരളീധരൻ ദേശീയ നേതൃത്വത്തിലേക്ക്. ശോഭാ സുരേന്ദ്രന് സുപ്രധാന സ്ഥാനം നൽകാനും ആലോചന. ജോസ് കെ മാണിക്ക് ഓഫറുമായി ബിജെപി. സർക്കാരിനെ വിമർശിച്ച ഗീവർഗീസ് കൂറിലോസിനെതിരെ രൂക്ഷ പരാമർശവുമായി മുഖ്യമന്ത്രി. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമെന്ന സമസ്ത. സ്റ്റാലിനെ കണ്ട് പഠിക്കണമെന്ന് ഓർമ്മിപ്പിച്ച് RJD. രാജ്യസഭാ സീറ്റ് വിഷയത്തിൽ LDF തീരുമാനം തിങ്കളാഴ്ച. ഷാഫി പറമ്പലിന്റെ റോഡ് ഷോയിൽ വനിതാ ലീഗിന് വിലക്ക്. വനിതകൾ പങ്കെടുക്കേണ്ടെന്ന് ലീഗ് നേതാവിന്റെ ശബ്ദ സന്ദേശം. ഈ റോഡ് ഷോയിലോ പ്രകടനത്തിലോ വനിതാ ലീഗിൻ്റെ പ്രവർത്തകന്മാർ പങ്കെടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും നിശ്ചയിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഈ റോഡ് ഷോയെ നമ്മുടെ നേതാവിനെ നമ്മുടെ നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്യാൻ അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാനുള്ള സന്ദർഭമുണ്ടാകും. വിലക്കില്ലെന്ന് കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി. സംസ്ഥാനത്ത് മഴ കനക്കും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 9 ജില്ലകൾക്ക് യെല്ലോ അലർട്ട്. ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ്. യാക്കോബായ സഭ മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് കൂറിലോസിനെ വിമർശിച്ച് മുഖ്യമന്ത്രി. സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാൻ കാരണം പ്രളയമാണെന്ന് ഒരു പുരോഹിതൻ പറഞ്ഞു. പുരോഹിതന്മാർക്കിടയിലും വിവരദോഷികൾ ഉണ്ടാകുമെന്നാണ് ആ വാക്കുകൾ വ്യക്തമാക്കുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്കെത്തില്ല എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയ ഗീവർഗീസ് കൂറിലോസിന്റെ പ്രതികരണം. ഇന്നത്തെ ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതന്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു. പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത്. ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്.
വിവരങ്ങളുമായി ടി.ജി. സജിത്ത് നമുക്കൊപ്പം ചേരുന്നു. സജിത്ത്, അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഗീവർഗീസ് കൂറിലോസ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. അതിനകത്ത് ഇനിയിപ്പോ ബംഗാളിലെയും ത്രിപുരയിലെയും ഒക്കെ അവസ്ഥ ഇടതുപക്ഷത്തിന് വരും, അത് മനസ്സിലാക്കാൻ ഇടതുപക്ഷം തയ്യാറാകണമെന്നതടക്കമുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ, അതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി അതാണോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരുത്തലുകൾക്ക് വിധേയമാകണം CPM എന്ന് വിമർശനം ഉയരുന്ന ഒരു സമയത്ത് ന്യൂനപക്ഷങ്ങൾ ആരുടെ ഒപ്പം എന്നുള്ള പുനർവിചിന്തനം നടത്തണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സമയത്തൊക്കെ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന ഈ പരാമർശം അതേത് തരത്തിൽ കാണണം? അപർണ സൂചിപ്പിച്ചതാണ് അതിന്റെ പശ്ചാത്തലം. കാരണം സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. തിരുത്തലുണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞു. ഇത് അവലോകനം ചെയ്യാൻ പാർട്ടി യോഗങ്ങൾ ചേരുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരണ വേളയിൽ സംസാരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. മുഖ്യമന്ത്രി സംസാരിച്ച വ്യക്തി കൂർലോസ് എന്നത് യാക്കോബായ സഭയുടെ മുൻ നിരണം ഭദ്രാസനാധിപനാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം കാലങ്ങളായി ഇടതുപക്ഷ നിലപാടുകൾ സ്വീകരിച്ച് ഇടതു സർക്കാരുകളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തി കൂടിയാണ്. അടുത്തിടെയായി അദ്ദേഹം സർക്കാരിനെതിരെ ചില വിമർശനങ്ങൾ കൃത്യമായി ഫേസ്ബുക്കിലൂടെ ഉന്നയിക്കാറുണ്ട്. അദ്ദേഹം ശക്തമായ വിമർശനം ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഉന്നയിച്ചിരുന്നു എന്നത് വസ്തുതയാണ്. ശക്തമായ വിമർശനം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇടതുപക്ഷം ഇടതുവശത്ത് തന്നെ ഉറച്ചു നിൽക്കണം, മറിച്ച് ഇടതുവശത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തേക്ക് യാത്ര ചെയ്യരുത് എന്നതാണ് അദ്ദേഹം ആലങ്കാരികമായി സൂചിപ്പിച്ചത്. ഇതിനപ്പുറത്തേക്ക് അദ്ദേഹം ഈ സർക്കാരിന് പറ്റിയ പിഴവുകളടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടി പറയുന്നുണ്ട്. ജനങ്ങൾ തുടർച്ചയായ ആഘാതങ്ങൾ നൽകുന്നുണ്ട്. ഇതിൽ നിന്നും പഠിച്ചില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ത്രിപുരയിലെയും ബംഗാളിലെയും അവസ്ഥ തന്നെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഗീവർഗീസ് മാർ കൂർലോസ് നൽകുന്നത്. ഇത് മാത്രമല്ല, SFIയുടെ അഴിഞ്ഞാട്ടം, പോലീസിന്റെ പരാജയം, സർക്കാരിൻ്റെ ദൂർത്തടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായ വിമർശനം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. എല്ലാ തവണയും വിജയത്തിലേറാൻ ഒരു മഹാപ്രളയമോ കോവിഡോ അല്ലെങ്കിൽ കിറ്റ് വിതരണമോ നടത്താൻ കഴിയില്ല എന്ന മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നടത്തിയിരുന്നു. ഇതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇത്തരമൊരു വിമർശനം നടത്തിയിരിക്കുന്നതെന്ന് ശ്രദ്ധേയമാണ്. ഒരു വൈദികനെതിരെ മുഖ്യമന്ത്രി ഇത്തരം വിമർശനം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് ആഘാതം, അതിൻ്റെ വലിപ്പം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് നാളെ അടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിമർശനമായി മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മാറുമെന്നും ഉറപ്പാണ്. കാരണം തിരുത്തുമെന്നും തിരുത്താൻ തയ്യാറാണെന്നും ആഴത്തിൽ പരിശോധിക്കുമെന്നും ഇടത് കേന്ദ്രങ്ങളും മുഖ്യമന്ത്രിയും ഒക്കെ ഉറപ്പ് നൽകുമ്പോഴാണ് വിമർശനം ഉന്നയിച്ച ഒരു വൈദികനെതിരെ ഇത്തരമൊരു പരാമർശം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറായിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. മുഖ്യമന്ത്രി ഒരുപക്ഷെ ന്യായീകരിക്കുമായിരിക്കും. അതായത് രണ്ടാമത് സംസ്ഥാന സർക്കാരിൻ്റെ തുടർച്ച, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് പ്രളയത്തിൽ കിറ്റ് കൊടുത്തത് കൊണ്ടാണ്, പ്രളയകാലത്ത് അല്ലെങ്കിൽ മോശക്കാലത്ത് കിറ്റ് കൊടുത്തത് കൊണ്ടാണ് എന്ന വിമർശനത്തെയാണ് താൻ ചൂണ്ടിപ്പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി പറയുമായിരിക്കും. പക്ഷേ അതിന് പശ്ചാത്തലമൊരുക്കിയത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ തോൽവിയാണ് എന്നത് മറക്കരുത്. അതൊരു പശ്ചാത്തലമാണ്. അതുകൊണ്ടാണ് വൈദികന് ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കേണ്ടി വന്നത്. അത്തരം വിമർശനങ്ങളെയാണ് മുഖ്യമന്ത്രി ഈ തരത്തിൽ വൈദികനെതിരെ വലിയ രീതിയിലുള്ള ഗുരുതരമായ വളരെ മോശപ്പെട്ട ഒരു പരാമർശമായി തന്നെ മുഖ്യമന്ത്രി പൊതുവേദിയിൽ സംസാരിച്ചത്. ഇടതുപക്ഷത്തെ മറ്റു നേതാക്കൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് അതേ നിലപാട് സ്വീകരിക്കുമോ, അതല്ല അത് തള്ളിപ്പറയാൻ തയ്യാറാകുമോ തുടങ്ങിയ കാര്യങ്ങളും പ്രസക്തമാണ്. പ്രതിപക്ഷം അടക്കം ഏറ്റെടുക്കുന്ന ഒരു വിമർശനമായി മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മാറുകയാണ്. ഞാൻ തിരികെ എത്താം സജിത്ത്. ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് പോയതിനു ശേഷം ഇന്നത്തെ ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതന്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു. പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത്. ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. ഒരിക്കൽ കൂടി സജിത്തിലേക്ക്. സജിത്ത്, രണ്ട് വിഷയം ഇതിനകത്ത് വരുന്നു. ഒന്ന്, യാക്കോബായ സഭ CPM-നോട് സ്വീകരിക്കുന്ന നിലപാട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-നൊപ്പമായിരുന്നെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരോക്ഷ പിന്തുണ നൽകാനും സഭ തയ്യാറായതാണ്. അങ്ങനെ നിൽക്കുന്നത് ഒരു വശത്ത്. അതേസമയം നേരത്തെ സജിത്ത് പറഞ്ഞതുപോലെ ഗീവർഗീസ് കൂർലോസ് പലതവണ CPM-നെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഫേസ്ബുക്കിൽ ഉന്നയിച്ചയാളാണ്. മുസ്ലിം ലീഗ്
CPM ദേശീയ സെമിനാറിൽ പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ച സമയത്തൊക്കെ അതിരൂക്ഷമായിട്ടുള്ള പോസ്റ്റുകൾ ഇട്ട ഒരാൾ കൂടിയാണ്. ഇപ്പോൾ ഗീവർഗീസ് വ്യക്തമാക്കുന്നത് ഒരു രാഷ്ട്രീയ നിലപാടാണ്, സഭയുടെ രാഷ്ട്രീയ നിലപാട് ആണ്. അതിനുള്ള ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി കൊടുത്തത്. ആ തരത്തിൽ കൂടി വ്യാഖ്യാനിക്കണം. ഇത് യാക്കോബായയുടെ സഭയുടെ ഔദ്യോഗിക നിലപാടുമായി ഈ പ്രസ്താവനയ്ക്ക് അത്തരം ബന്ധങ്ങൾ ഉണ്ടാവില്ല. കാരണം അത് സഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മറിച്ച് ഈ ഗീവർഗീസ് കൂർലോസ് തുടക്കം മുതൽ ഒരു ഇടതുപക്ഷ നിലപാടെടുക്കുകയും താൻ ഒരു ഇടതുപക്ഷക്കാരനാണ് എന്ന് പരസ്യമായി പറയാൻ തയ്യാറായ ഒരു വൈദികനാണ് എന്ന പ്രസക്തി കൂടിയുണ്ട്. അദ്ദേഹം പല ഘട്ടങ്ങളിലും ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുണ്ട്. പിണറായി സർക്കാരിനെയും CPM-നെയൊക്കെ പരസ്യമായി പിന്തുണച്ചതാണ്. പല വിവാദ കാലത്തും പോലും നിലപാടെടുക്കുന്നതിൽ കൃത്യമായ അഭിപ്രായം തുറന്നു പറയാൻ ഇദ്ദേഹം തയ്യാറായിട്ടുള്ള വ്യക്തി കൂടിയാണ്. പക്ഷേ അടുത്തിടെയായി സർക്കാർ വിമർശനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. ഈ വിമർശനങ്ങൾ ഉണ്ടാവുന്ന പശ്ചാത്തലത്തിൽ ആണ് മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രസ്താവന വരുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതായത് സർക്കാരിനെതിരെ വിമർശിച്ചാൽ ഇത്തരം നിലപാടെടുക്കുമെന്ന ഒരു സൂചന കൂടി മുഖ്യമന്ത്രിയുടെ വാക്കുകളിലില്ലേ എന്ന തരത്തിലേക്ക് അതിന് വ്യാഖ്യാനം കൂടി തീർച്ചയായിട്ടും വരും. അതുകൊണ്ട് പ്രതിപക്ഷമടക്കം ഈ പ്രസ്താവനയെ ഏറ്റെടുക്കും. എന്തായാലും ഈ പ്രസ്താവനയിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് ഗീവർഗീസ് കൂർലോസ് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന നിലപാടാണ് എടുത്തത്. അടുത്തിടെയായി സർക്കാരിൻ്റെ നയമാറ്റത്തിൽ അതിശക്തമായ നിലപാടെടുത്തിരുന്ന വ്യക്തിയാണ് നിരണം മുൻ ഭദ്രാസനാധിപൻ കൂടിയായ ഗീവർഗീസ് കൂർലോസ് എന്ന കാര്യം പ്രസക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം, മുഖ്യമന്ത്രിയുടെ നിലപാടുണ്ടാക്കുന്നത് വലിയ വിമർശനങ്ങളാണ്. കാരണം CPM നിലപാട് മാറ്റും, CPM തെറ്റ് തിരുത്തും എന്ന തരത്തിൽ പൊതു ചർച്ച നടക്കുമ്പോഴാണ് വിമർശനം ഉന്നയിക്കുന്നവരെ മുഖ്യമന്ത്രി ഈ തരത്തിലുള്ള പ്രയോഗങ്ങൾ കൊണ്ട് നേരിടുന്നത് എന്നതാണ് ഇതിന്റെ പശ്ചാത്തലം. റൈറ്റ്, അതാണ് DG സജിത്ത് വിശകലനങ്ങൾ നൽകിയത്. നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രി പദത്തിലേക്ക്. NDA പാർലമെന്ററി പാർട്ടി നേതാവായി ഏകകണ്ഠമായി മോദിയെ തെരഞ്ഞെടുത്തു. രാജ്നാഥ് സിംഗ് മോദിയുടെ പേര് നിർദ്ദേശിച്ചപ്പോൾ അമിത്ഷായും നിതിൻ ഗഡ്കരിയും പിന്താങ്ങി. സഖ്യകക്ഷി നേതാക്കളായ ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ, HD കുമാരസ്വാമി തുടങ്ങിയ സഖ്യകക്ഷി നേതാക്കളും മോദിയെ പിന്തുണച്ചു. भारतीय जनता पार्टी के संसदीय दल के नेता एवं NDA के संसदीय दल के नेता व लोकसभा के नेता के रूप में माननीय नरेंद्र मोदी जी के नाम का प्रस्ताव करता हूं। इस देश के रक्षा मंत्री जी ने लोकसभा सदन के नेता, भारतीय जनता पार्टी संसदीय दल के नेता और NDA संसदीय दल के नेता के रूप में श्रीमान नरेंद्र मोदी जी के नाम का प्रस्ताव रखा है। इसका मैं मन से समर्थन करता हूं। I have seen so many governments. We are a very, very inspiring time. Anything you wanted to achieve, if you visualize, it can be done. Narendra Modi ji is having a vision, and also is having a zeal, and also his execution is very perfect, and also he is executing all his policies with a true spirit. Always to have a leader. Right time is a great asset for the nation. Today, India is having a right leader, right time. That is Narendra Modi. NDAക്ക് സഖ്യ കക്ഷികളുമായുള്ളത് ഉലയാത്ത ബന്ധമെന്ന് പറഞ്ഞ മോദി ഇന്ത്യ സഖ്യം ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ചു. കേരളത്തിലെ വിജയം പരാമർശിച്ച മോദി ഗ്യാരണ്ടികൾ യാഥാർത്ഥ്യമാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും വിശദീകരിച്ചു. साथियों, मैं मानता हूं कि 2024 के लोकसभा के चुनाव के जो नतीजे हैं, हर पैरामीटर से देखेंगे दुनिया ये मानती है और मानेगी कि ये NDA का महाविजय है।
केरला हमारे सैकड़ों कार्यकर्ताओं के बलिदान हुए हैं। यूडीएफ हो या एलडीएफ हो, शायद हिंदुस्तान के राजनीतिक जीवन में इतना जुल्म एक विचारधारा को लेकर के जीने वाले लोगों पर हुआ होगा तो सिर्फ मैं कह सकता हूं केरल में हुआ है। സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് അല്പസമയത്തിനകം മോദി രാഷ്ട്രപതിയെ കാണും. മറ്റന്നാളാണ് എൻഡിഎ സർക്കാർ അധികാരത്തിലേറുക. മന്ത്രിസഭയിൽ ആരൊക്കെ, ഘടകകക്ഷിക്ക് എത്ര സീറ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ ചർച്ച തുടരുകയാണ്. ബിജെപി നിർദ്ദേശിച്ച ഒരു ക്യാബിനറ്റ് മന്ത്രിയും 2 സഹമന്ത്രി സ്ഥാനവും ടിഡിപിയും ജെഡിയുവും തള്ളിയതായാണ് സൂചന. നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് ചർച്ചകൾ സമാധാനപരമായി പരിപൂർണ സമ്മതത്തോടുകൂടി ആ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഒപ്പം കേരളം ഉറ്റുനോക്കുന്നത് ആരെല്ലാം ഇവിടെ നിന്ന് മന്ത്രിസഭയിൽ ഇടം പിടിക്കും എന്നുള്ളത് കൂടിയാണ്. എന്തെല്ലാമാണ് സ്ഥിരീകരിച്ച് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ? അപർണ, ഈ മന്ത്രിസ്ഥാനത്തെ ചൊല്ലി സ്വാഭാവികമായും പല കോണുകളിൽ നിന്ന് സമ്മർദ്ദമുണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് BJP ആദ്യഘട്ടത്തിൽ അത് മുഴുവനായി പരിഗണിക്കേണ്ട എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. TDP 4 മന്ത്രിമാർ വരെ അവകാശവാദം ഉന്നയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. JDU 3 മന്ത്രിമാർ വരെ വേണം എന്ന നിലപാടൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇതൊന്നും അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന നിലപാടാണ്. ഒപ്പം തന്നെ TDP മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന ആവശ്യം സ്പീക്കർ സ്ഥാനമാണ്. അതും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എന്ന നിലപാടിലാണ് BJP ഉള്ളത്. ഏതായാലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അനുവദിച്ച് നൽകിയേക്കും. BJPയെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം 19 മന്ത്രിമാരാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. അത് സ്മൃതി ഇറാനിയും അതുപോലെ രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ തുടങ്ങി ഒട്ടനവധി നേതാക്കൾ, ഇത് റാവു സാഹിബ് ദാണ്ഡെ, കുഷ്വൽ കിഷോർ, അതുപോലെ നിരഞ്ജൻ ജ്യോതി തുടങ്ങി 19 മന്ത്രിമാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് BJPക്ക് നിരവധി പുതുമുഖങ്ങളെ ഇത്തവണ പരീക്ഷിക്കേണ്ടി വരും. ഏതായാലും പ്രതിരോധം, ധനകാര്യം, അതുപോലെ ആഭ്യന്തരം, വിദേശകാര്യം എന്നീ വകുപ്പുകൾ മറ്റാർക്കും നൽകേണ്ടതില്ല എന്നൊരു നിലപാടാണ്. പഞ്ചായത്തി രാജ്, ഗ്രാമവികസന വകുപ്പ് JDUവിന് നൽകാം എന്നൊരു നിലപാടുണ്ട്. അതേപോലെ തന്നെ വ്യോമയാന വകുപ്പ് മറ്റൊരു ഘടകകക്ഷിയായ NCPക്ക് നൽകാം എന്നൊരു നിലപാടുമുണ്ട്. ഒപ്പം തന്നെ ഈ ഹെവി ഇൻഡസ്ട്രീസ് എന്നത് ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിന് നൽകാം എന്നാണ് ഇപ്പോഴുള്ള ഒരു നിലപാട്. ഒപ്പം ടൂറിസം, MSME, അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, സോഷ്യൽ ജസ്റ്റിസ് തുടങ്ങിയ വകുപ്പുകളും ഘടകകക്ഷികളുമായി പങ്കുവയ്ക്കാം എന്നൊരു നിലപാടാണ്. ഏതായാലും ഏക്നാഥ് ഷിൻഡെയും ചിരാഗ് പാസ്വാനും തങ്ങളുടെ പാർട്ടികൾക്ക് മന്ത്രിസ്ഥാനം വേണം എന്നൊരു നിലപാട് എടുത്തിട്ടുണ്ട്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം കൃഷി, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, യുവജനകാര്യക്ഷേമം തുടങ്ങിയ വകുപ്പുകളും നിലനിർത്തുക എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഉള്ളത്. BJP ഈ പുതിയ സർക്കാർ രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായും സുഷമ സ്വരാജിൻ്റെ മകളെ ഉൾക്കൊള്ളിക്കണം എന്നൊരു ആവശ്യം വലിയ തോതിൽ പാർട്ടിയിൽ നിന്ന് ഉയരുന്നുണ്ട്. ബൻസിരി ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് ആം ആദ്മി പാർട്ടി നേതാവ് സോംനാഥിനെ പരാജയപ്പെടുത്തിയാണ് ഇപ്പോൾ ലോക്സഭയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ബൻസുരി സ്വരാജിനെ അവിടെ പരിഗണിക്കേണ്ടി വരും. മറ്റൊന്ന് ഈ ലതാ വാങ്ഡെയാണ്. ലതാ വാങ്ഡെ വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വന്നിട്ടുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി സാഗർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്നിട്ടുള്ള ലതാ വാങ്ഡെക്ക് ഒരു മന്ത്രിസ്ഥാനം നൽകണം എന്നൊരു ആവശ്യം അവിടെ നിന്ന് ഉയരുന്നുണ്ട്, പ്രത്യേകിച്ച് മധ്യപ്രദേശിൽ നിന്ന്. അതോടൊപ്പം തന്നെ സവിത താക്കൂറിനെ സംബന്ധിച്ചും ഉള്ള ചർച്ചകൾ നടക്കുന്നു. ധാർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് സവിത താക്കൂർ വിജയിച്ചു വന്നത്, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നു. ഇനി ശിവരാജ് സിംഗ് ചൗഹാൻ, വിദിഷയിൽ നിന്ന് ജയിച്ച ശിവരാജ് സിംഗ് ചൗഹാനെ പരിഗണിക്കണം. ഒരു പ്രധാന തസ്തിക മോദി ക്യാബിനറ്റിൽ ശിവരാജ് സിംഗ് ചൗഹാന് ഉണ്ടാകണം എന്ന പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് സമ്മർദ്ദമുണ്ട്. സ്വാഭാവികമായും ശിവരാജ് സിംഗ് ചൗഹാനെ പരിഗണിക്കും. VD ശർമ്മ, BJPയുടെ മധ്യപ്രദേശ് പ്രസിഡന്റ് കൂടിയാണ് VD ശർമ്മ. മധ്യപ്രദേശ് BJP വലിയ മെച്ചപ്പെട്ട ഒരു പ്രകടനം ഇത്തവണ കാഴ്ചവെച്ചു. സ്വാഭാവികമായും അതുകൊണ്ട് മധ്യപ്രദേശിന് കാര്യമായ ഒരു പരിഗണന ഈ മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. നിത്യാനന്ദ റായ്
റായ് ബീഹാറിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാ അംഗമാണ്. ഇത് 3ാം തവണയാണ് നിത്യാനന്ദ റായ് അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നത്. വിദ്യാർത്ഥി പരിഷത്തിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ച നിത്യാനന്ദ റായ് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ വ്യക്തിയാണ്. മാത്രവുമല്ല അമിത്ഷായുമായി വളരെ അടുത്തയാളാണ്. സ്വാഭാവികമായും നിത്യാനന്ദ റായിയെയും അതുപോലെ ജനാർദ്ദൻ സിംഗ് സിഗ്രിവാളിനെയും പരിഗണിക്കണം എന്നൊരു നിലപാടുണ്ട്. മഹാരാജ്ഗഞ്ചിൽ നിന്ന് ഉള്ള ബീഹാറിലെ ലോക്സഭാ അംഗമാണ് ജനാർദ്ദൻ സിംഗ് സിഗ്രിവാൾ. ഒപ്പം ലാലൻ സിംഗ് എന്ന ജനതാദൾ നേതാവിനെ സ്വാഭാവികമായും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ഉള്ള ഒരു നീക്കം ഉണ്ട്. രാജീവ് രഞ്ജൻ എന്ന ലലൻ സിംഗിനെയും ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. ജിതിൻ റാം മാഞ്ചി BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഘടകകക്ഷി നേതാവ് എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ്. ഹിന്ദുസ്ഥാനി അവാമി മോർച്ച നേതാവ് ജിതിൻ റാം മാഞ്ചി മുൻ ബീഹാർ മുഖ്യമന്ത്രി കൂടിയാണ്. സ്വാഭാവികമായും ഗയയിൽ നിന്ന് ജയിച്ച ജിതിൻ റാം മാഞ്ചിയും ചിരാഗ് പാസ്വാനെയും ഈ മന്ത്രിസഭയിൽ ഇടം പിടിക്കും എന്ന് ഉറപ്പാണ്. രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ ഈ മോദി സർക്കാരിൽ വളരെ നിർണായകമായൊരു പങ്ക് വഹിക്കണം എന്ന അവകാശവാദം അവർ ഉന്നയിക്കുന്നുണ്ട്. 5 സീറ്റുകൾ ആണ് അവർക്ക് നൽകിയത്. ഈ 5 സീറ്റുകളിലും ജയിച്ചു കയറി എന്നത് ചിരാഗ് പാസ്വാനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായൊരു നേട്ടമാണ്. ജയന്ത് ചൗധരിയാണ് മറ്റൊരു പ്രധാന നേതാവ്. NDAയുടെ ഘടകകക്ഷിയായ RLD നേതാവ് അധ്യക്ഷൻ ജയന്ത് ചൗധരി ഒരു സുപ്രധാനമായ വകുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കാണുകയാണ്. ഞായറാഴ്ച സത്യപ്രതിജ്ഞ നടക്കുമെന്നുള്ള വിവരങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയെ കാണുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുവിലേക്ക് വീണ്ടും. മനു, പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ കണ്ടിരിക്കുന്നു. അതായത് ഈ ഞായറാഴ്ചയിലേക്ക് കടക്കാനുള്ള സാധ്യത, അതിനു മുൻപ് സത്യപ്രതിജ്ഞ നടക്കാനുള്ള സാധ്യത ഇല്ലല്ലോ. സ്വാഭാവികമായിട്ടും കൃത്യമായ ചിത്രം ഈ മനു നേരത്തെ പറഞ്ഞു വന്നതുപോലെ ആരെല്ലാം പ്രധാന പദവികൾ ഉണ്ടാകാം, ഏതെല്ലാം വകുപ്പുകൾ ആർക്കൊക്കെ, ഘടകകക്ഷികൾക്ക് ഏതെല്ലാം തരത്തിലാണ് വകുപ്പുകൾ നീക്കിവെക്കുക, ഇതെല്ലാം സംബന്ധിച്ച് കൃത്യമായൊരു ചിത്രം NDAക്ക് ആയിരിക്കുന്നു എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? BJPക്ക് അകത്തുള്ള നേതാക്കളെ സംബന്ധിച്ചോളം കൃത്യമായ ഒരു വിലയിരുത്തലുണ്ട്. ഒപ്പം ചില ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് ഈ RLD പോലുള്ള ഘടകകക്ഷികൾ, ചിരാഗ് പാസ്വാനുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങൾ, ഇതെല്ലാം ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു. ഇനി TDPയെയും JDUവിനെയും ഏത് തരത്തിൽ ഉൾക്കൊള്ളിക്കണം എന്ന ഒരു കാര്യം കൂടി കൂടുതൽ ചർച്ചയാകും. ഏതായാലും TDP ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദം ശക്തമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് നൽകാൻ BJP വൈമുഖ്യം പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഏതായാലും ജൂൺ 9 സത്യപ്രതിജ്ഞ എന്ന കാര്യത്തിൽ വ്യക്തത വന്നു കഴിഞ്ഞിരിക്കുന്നു. വൈകുന്നേരം 6 മണിക്കായിരിക്കും സത്യപ്രതിജ്ഞ. നിരവധി രാഷ്ട്രത്തലവന്മാർ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മാൽദീവ്സിൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് മുയിസു, അതുപോലെ നേപ്പാളിൽ നിന്നുള്ള പ്രധാനമന്ത്രി പുഷ്പ കമൽ ദാഹൽ തുടങ്ങിയവർ ഇങ്ങോട്ടേക്ക് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും എന്ന കാര്യം ഉറപ്പാണ്. നേപ്പാൾ പ്രധാനമന്ത്രി 3 ദിവസത്തെ സന്ദർശനമായിരിക്കും ഇന്ത്യയിൽ നടത്തുക. പ്രധാനമന്ത്രി ഏതായാലും തൻ്റെ വിജയം റദ്ദ് ചെയ്യാൻ, അല്ലെങ്കിൽ വിജയം ഇല്ല എന്ന തരത്തിൽ താഴ്ത്തിക്കാണിക്കാനുള്ള ഒരു ശ്രമം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന ആരോപണം ഇന്ന് പാർലമെൻ്ററി യോഗത്തിൽ ഉന്നയിക്കുകയുണ്ടായി. സ്വാഭാവികമായും അതിനെ കവച്ചു വയ്ക്കാൻ, ആ വിജയം ഒരു വലിയ ആഘോഷമാക്കി മാറ്റിക്കൊണ്ട് തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുക എന്നൊരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ജൂൺ 9 ഏതായാലും ഇത് സംബന്ധിച്ചുള്ള സത്യപ്രതിജ്ഞ നടക്കും എന്ന് വ്യക്തമായി. അതുപോലെ ജൂൺ 9 അനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിലേക്കുള്ള സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഇനി സത്യപ്രതിജ്ഞകളും ചടങ്ങുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടേക്കുള്ള സന്ദർശകരുടെ വിലക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. പുതിയ മുദ്രാവാക്യങ്ങളുമായി, പ്രത്യേകിച്ച് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം ഉയർത്തിക്കാണിച്ച ഒരു വാക്ക്, NDA എന്ന വാക്കിനെ ന്യൂ ഇന്ത്യ, ഡെവലപ്ഡ് ഇന്ത്യ, ആസ്പിറേഷണൽ ഇന്ത്യ എന്നായിരിക്കും NDA എന്ന തരത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഈ വിഷയങ്ങൾ എല്ലാം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഈ വർണ്ണാഭമായ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് നീങ്ങുക എന്നാണ് BJP ഉദ്ദേശിക്കുന്നത്. ഘടകകക്ഷികൾക്ക് അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവകാശവാദങ്ങൾ അംഗീകരിക്കാൻ കൂടുതൽ സമയം വേണം എന്നൊരു നിലപാടിലേക്കാണ് BJP നീങ്ങുകയും ചെയ്യുന്നത്. റൈറ്റ്. നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ടു. സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നു. ഘടകകക്ഷികളുടെ പിന്തുണ കത്തും രാഷ്ട്രപതിക്ക് കൈമാറിയിരിക്കുകയാണ്. ഞായറാഴ്ച സത്യപ്രതിജ്ഞയിലേക്ക് കടക്കുകയാണ് NDA സർക്കാർ. മനുഭരതാണ് വിവരങ്ങൾ നൽകിയത്.
സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്കെന്ന് ഉറപ്പായി. ഒഴിവ് വരുന്ന മുറയ്ക്ക് കെ സുരേന്ദ്രന് രാജ്യസഭാ സീറ്റ് നൽകാനും ആലോചനയുണ്ട്. സംഘടനാ തലത്തിലും മാറ്റമുണ്ടാകും. വി മുരളീധരൻ ദേശീയ നേതൃത്വത്തിലേക്ക് മാറുമ്പോൾ ശോഭാ സുരേന്ദ്രനും നിർണായക പദവി നൽകും. ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. മിന്നും പ്രകടനത്തിലൂടെ തൃശൂരിൽ ബി.ജെ.പിയുടെ അക്കൗണ്ട് തുറക്കാൻ കാരണക്കാരനായ സുരേഷ് ഗോപിക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ ഇടം നൽകിയേക്കുമെന്ന നിർണായകമായ വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്ന് പുറത്തുവരുന്നത്. അതിന് മുന്നോടിയായാണ് സുരേഷ് ഗോപിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായും ചേർന്ന് ഡൽഹിയിൽ ചർച്ചകൾക്ക് വേണ്ടി വിളിപ്പിച്ചത് എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. അതിനൊപ്പമാണ് ആറ്റിങ്ങലിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച മുൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനെ കേന്ദ്ര തലത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നിർണായകമായൊരു പദവിയിലേക്ക് ഉയർത്തുകയാണ് എന്ന സൂചനകൾ കൂടി പുറത്തുവരുന്നത്. അതോടൊപ്പമാണ് ആലപ്പുഴയിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച ശോഭാ സുരേന്ദ്രനും സംഘടനാ തലത്തിൽ നിർണായകമായ പദവിയിലേക്ക് ഉയരുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. അതോടൊപ്പം സംസ്ഥാനത്ത് തുടർച്ചയായി ബി.ജെ.പിയുടെ മികച്ച പ്രകടനത്തിന് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചുകൊണ്ട് ഒഴിവ് വരുന്ന മുറയ്ക്ക് രാജ്യസഭാ എം.പി സ്ഥാനം കൂടി നൽകിയേക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ എല്ലാ മണ്ഡലങ്ങളിലും ബി.ജെ.പിയുടെ സംഘടനാ തലത്തിൽ താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് നിലവിലുള്ള അധ്യക്ഷനെ തൽസ്ഥാനത്ത് തുടരാൻ അനുവദിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് പാർട്ടിയെ സജ്ജമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെ സംസ്ഥാനത്ത് ബി.ജെ.പി നേതൃത്വം ഇതിനോടകം തന്നെ ഊർജിതമാക്കിയിരിക്കുന്നത്. ജോസ് കെ മാണിക്ക് ഓഫർ വെച്ച് ബി.ജെ.പി. രാജ്യസഭാ എം.പി സ്ഥാനവും കേന്ദ്രമന്ത്രി പദവിയുമാണ് വാഗ്ദാനം. ഉപാധികളിൽ പ്രാഥമിക ചർച്ചകൾ നടന്നതായാണ് വിവരം. ഇടതുമുന്നണി രാജ്യസഭാ സീറ്റ് നൽകിയില്ലെങ്കിൽ ജോസ് കെ മാണി എത്തുമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. ജോസ് വന്നാൽ മധ്യകേരളത്തിൽ പല നിയമസഭാ സീറ്റുകളും പിടിച്ചെടുക്കാമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. കേരളത്തിൽ രൂപപ്പെട്ട ചില പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ജോസ് കെ മാണിയെ മുന്നണിയിലെത്തിക്കാനുള്ള ശ്രമം ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇക്കാര്യത്തിൽ അനൗപചാരികമായ ചില ചർച്ചകൾ നടന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ജോസ് കെ മാണിക്ക് രാജ്യസഭാ എം.പി സ്ഥാനം, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനം, ഈ രണ്ട് സ്ഥാനങ്ങൾ നൽകിക്കൊണ്ട് മുന്നണിയിലേക്ക് കൊണ്ടുവരാം എന്ന പ്രതീക്ഷയാണുള്ളത്. ജോസ് കെ മാണി ഈ ഒരു നീക്കത്തെ അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇടതുമുന്നണിയിൽ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ, അതിലെ പ്രതിസന്ധികളൊക്കെ കണ്ടുകൊണ്ടാണ് ബി.ജെ.പി. ഒരുപക്ഷെ ജോസിന് രാജ്യസഭാ സീറ്റ് കിട്ടിയേക്കില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു നീക്കവുമായി ബി.ജെ.പി. രംഗത്തെത്തിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് ഉണ്ടായ കാലഘട്ടം മുതൽ 6 പതിറ്റാണ്ട് കാലം എടുത്താൽ കോട്ടയം, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് ഏറ്റവും അധികം മൂല്യച്യുതി ഉണ്ടായിട്ടുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ഏത് ഓപ്ഷനും അവർ പരീക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും എനിക്കുമില്ല. ശേഷം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് തന്നെ വലിയ കേരള കോൺഗ്രസിന്റെ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ആളുകളിൽ നിന്നും വലിയൊരു ഒഴുക്ക് മധ്യകേരളത്തിൽ ബി.ജെ.പിയിലേക്ക് ഉണ്ടാവും. രാജ്യസഭാ സീറ്റ് CPM ജോസിന് നൽകിയില്ല എങ്കിൽ ഒരുപക്ഷെ ഇതിൽ മുന്നോട്ട് പോക്കുണ്ടാകും. ജോസ് NDA-യിലേക്ക് എത്താനുള്ള സാധ്യത, പ്രത്യേകിച്ച് വലിയൊരു പദവിയാണ് ജോസിന് വാഗ്ദാനം ചെയ്യുന്നത്. അത് സ്വീകരിച്ചുകൊണ്ട് ജോസ് എത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്തെങ്കിലും ഒരു ചവിട്ടുപടി കിട്ടിയേ പറ്റൂ എന്നുള്ള തോന്നൽ കാണും. കാരണം അവർക്ക് നിലവിൽ ഉണ്ടായിരുന്ന ഒരു ലോക്സഭാ സീറ്റ് വലിയ രീതിയിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ ഇപ്പോ രാജ്യസഭാ സീറ്റ് കൂടി ഇല്ലാതായാൽ അവർക്ക് പാർലമെന്റിലൊരു ആള് പോലും ഇല്ലാതാകും. അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ LDF-ൽ നിന്നാൽ അവർക്ക് ഒരു സീറ്റ് പോലും നിയമസഭയിൽ കിട്ടും എന്നുള്ള ഉറപ്പുമില്ല. അങ്ങനെ വരുമ്പോൾ എന്താ അവരുടെ സ്ഥിതി? അതായത് സംസ്ഥാനത്തെ ക്രൈസ്തവ വോട്ടുകൾ കൃത്യമായി കൂടി, തങ്ങൾ ചെയ്ത വർക്കിന്റെ ഭാഗമായി കൂടി എന്ന വിലയിരുത്തൽ ബി.ജെ.പിക്കുണ്ട്. അതേ പാറ്റേണിൽ തുടർന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് പോകാനുള്ള, സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങളും അവർ നടത്തുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ വിജയമടക്കം ആറ്റിങ്ങലിലെയും തിരുവനന്തപുരത്തെയും ആലപ്പുഴയിലെയും ഒക്കെ കണക്കുകൾ ചൂണ്ടിക്കാണിച്ചാണ് അവർ അങ്ങനെ ഒരു നീക്കവുമായി രംഗത്ത് വരുന്നത്. എന്തായാലും ജോസ് കെ മാണി ഇതിനോട് ഇപ്പോഴും പരസ്യ പ്രതികരണത്തിന് തയ്യാറല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം LDF-ലാണ് ഇപ്പോഴും ഉള്ളത്. LDF-ൽ രാജ്യസഭാ എം.പി സ്ഥാനം അവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. അതില്ലാതായാലാണ് ഒരുപക്ഷെ കൂടുതൽ ചർച്ചകളിലേക്കും മറ്റും കാര്യങ്ങൾ പോകുക
എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. മാത്രമല്ല പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പാലായിലും കടുത്തുരുത്തിയിലും ഒക്കെ വളരെ പിന്നിൽ പോകുന്ന സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്നു. തുടർച്ചയായി അത് സംഭവിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ജോസിന് മുന്നിൽ. അതുകൊണ്ട് തന്നെ ഇനിയൊരു UDF-ൽ പോയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും എന്താകും എന്ന ഒരു അന്തിമമായ വ്യക്തതയിലേക്ക് എത്താൻ ഇപ്പോഴും അവർക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ സമയത്ത് കിട്ടുന്ന ഒരു ഓഫർ അത് സ്വീകരിച്ച് ജോസ് കെ മാണി മുന്നോട്ടേക്ക് പോയേക്കും എന്നുള്ള സൂചനകളും പുറത്തു വരുന്നത്. എന്തായാലും ഇതിന്റെ പ്രാരംഭ തലത്തിലുള്ള ചർച്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് LDF-ലെ സാഹചര്യം കൂടി പരിഗണിച്ചായിരിക്കും ഇതിൽ ഒരു അന്തിമമായ വ്യക്തത വരിക എന്നാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. ജോസ് കെ മാണി BJP മുന്നണിക്കൊപ്പം പോകുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് സ്റ്റീഫൻ ജോർജ്. ഇടതുമുന്നണിക്കെതിരായ വാർത്ത ബോധപൂർവം സൃഷ്ടിച്ചതാണെന്നും സ്റ്റീഫൻ ജോർജ് പ്രതികരിച്ചു. ഞാൻ ഒരു കാര്യം പറയാം, ഈ വാർത്ത കേരള കോൺഗ്രസിനെതിരല്ല. ഈ വാർത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമായി ചില കേന്ദ്രങ്ങൾ പടച്ചുവിടുന്നതാണ് എന്ന കാര്യം തർക്കമില്ല. കേരള കോൺഗ്രസ് ശ്രീ ജോസ് കെ മാണിയുടെ നിലപാടെടുത്താൽ ആ നിലപാടിന് മാറ്റമില്ല. ഞാൻ അസന്നിഗ്ധമായി പറയുന്നു, ഈ വാർത്തകളൊക്കെ അടിസ്ഥാനമാണ്. ഞങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായി വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. ഇത്തരം വാർത്തകൾക്കൊന്നും ഒരടിസ്ഥാനവുമില്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ദേശീയ വാർത്തകളുമായി ഷംന. നമസ്കാരം. ഹിമാലയൻ പർവ്വത മേഖലയിൽ ട്രെക്കിങ്ങിനിടെ മോശം കാലാവസ്ഥയെ തുടർന്ന് മരണപ്പെട്ട 9 പേരിൽ 4 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. മരിച്ചവരിൽ ഒരു മലയാളിയുമുണ്ട്. ബംഗളൂരുവിൽ താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശി ആശ സുധാകരനാണ് മരിച്ചത്. മലയാളികളടക്കം ബംഗളൂരുവിൽ നിന്നുള്ള 22 അംഗ ട്രെക്കിംഗ് സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. മരണപ്പെട്ട ആശയുടെ ഭർത്താവ് സുധാകരൻ അടക്കം 13 പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. നടിയും BJP MPയുമായ കങ്കണ റണൌട്ടിനെ ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിൽ CISF ഉദ്യോഗസ്ഥയ്ക്ക് പിന്തുണയുമായി കർഷക നേതാക്കൾ. സംഭവ സമയത്ത് കങ്കണ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും കൃത്യമായ അന്വേഷണം നടത്തണമെന്നും കർഷക നേതാക്കൾ ആവശ്യപ്പെട്ടു. കങ്കണയുടെ മുഖത്തടിച്ചെന്ന പരാതിയിൽ വനിതാ കോൺസ്റ്റബിൾ കുൽവിന്ദറിനെ CISF സസ്പെൻഡ് ചെയ്തിരുന്നു. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പുരോഗമിക്കുകയാണ്. BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് ബെറ്റ് വെച്ചയാൾ തല മൊട്ടയടിച്ച് നഗരപ്രദക്ഷിണം നടത്തി. തിരുച്ചെന്തൂരിലെ മുന്തിരിത്തോട്ടം സ്വദേശി ജയേഷ് കുമാറാണ് ബെറ്റ് വെച്ചത്. BJPയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ജയേഷ് കുമാർ. കോയമ്പത്തൂരിൽ DMKയുടെ ഗണപതി രാജ്കുമാറിനോട് ആണ് അണ്ണാമലൈ തോറ്റത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഇയാൾ മൊട്ടയടിക്കുകയായിരുന്നു. ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ പ്രജ്വൽ രേവണ്ണയുടെ ജുഡീഷ്യൽ കസ്റ്റഡി 4 ദിവസത്തേക്ക് കൂടി നീട്ടി. പ്രജ്വൽ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ലെന്ന് അന്വേഷണ സംഘം അറിയിച്ചിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിനായി കൂടുതൽ സമയം അനുവദിക്കണമെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കണക്കിലെടുത്താണ് കോടതി കസ്റ്റഡി നീട്ടിയത്. ജൂൺ 10 വരെ പ്രജ്വലിന്റെ കസ്റ്റഡി തുടരും. ക്ഷേത്ര കവാടങ്ങൾ തുറന്ന മെയ് 10 മുതൽ കേദാർനാഥിൽ ചാർധാം യാത്രയിൽ തീർത്ഥാടകരുടെ റെക്കോർഡ് പ്രവാഹം. 7 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് മെയ് 10 മുതൽ ജൂൺ 2 വരെ ഇവിടെ എത്തിയത്. രുദ്രപ്രയാഗ് രാഷ്ട്രപതിയെ കണ്ടതിനുശേഷം പ്രധാനമന്ത്രി സംസാരിക്കുന്നു. അതിലേക്ക് पिछले एक आध सप्ताह का जो विराम मिला है उसके कारण भी अब आप फ्रेश होकर के फिर से मैदान में आए होंगे. तो 18वीं लोकसभा और वैसे भी हमारे यहाँ व्यक्ति के जीवन में 18वीं इसका बड़ा महत्व होता है. एक नए कालखंड में प्रवेश करता है टीनेज समाप्त करके. ये 18वीं लोकसभा एक प्रकार से नई युवा ऊर्जा और कुछ कर गुजरने के इरादे वाली ये लोकसभा है. और आजादी का अमृत महोत्सव के बाद का ये पहला चुनाव है. और एक प्रकार से ये वो 25 वर्ष हैं जो हमारे अमृतकाल के 25 वर्ष है. और जो 2047 देश जब आजादी की शताब्दी मनाता होगा, एक प्रकार से उन सपनों को साकार करने का एक बहुत महत्वपूर्ण पड़ाव
ये 18वीं लोकसभा है। साथियों, एनडीए सरकार को तीसरी बार देश की सेवा करने का देशवासियों ने आदेश दिया है, अवसर दिया है। मैं देशवासियों का फिर से एक बार ये अवसर देने के लिए हृदय से आभार व्यक्त करता हूं और मैं देशवासियों को विश्वास देता हूं कि पिछले 2 टर्म में जिस गति से देश आगे बढ़ा है, समाज के हर क्षेत्र में परिवर्तन साफ साफ नजर आ रहा है। 25 करोड़ लोगों का गरीबी से बाहर आना, ये अपने आप में हर भारतीय के लिए बड़ा गर्व का विषय है। और मैं देशवासियों को विश्वास दिलाता हूं कि 18वीं लोकसभा में भी, हमारे 5 साल के कार्यकाल में भी, हम उसी गति के साथ, उतने ही समर्पण भाव से देश की आशा आकांक्षाओं को पूर्ण करने में कोई कमी नहीं रखेंगे। आज सुबह एनडीए की मीटिंग हुई थी। एनडीए के सभी साथियों ने मुझे फिर से एक बार इस दायित्व के लिए पसंद किया है और सभी एनडीए के साथियों ने राष्ट्रपति जी को इसकी जानकारी दी और राष्ट्रपति जी ने मुझे अभी बुलाया था और मुझे प्रधानमंत्री डेजिग्नेटेड के रूप में काम करने एक नियुक्ति दी है और मुझे शपथ समारोह के लिए और मंत्रिपरिषद के सदस्यों के सूची के लिए उन्होंने सूचित किया है। मोटे तौर पर मैंने राष्ट्रपति जी को कहा है कि हमें 9 तारीख शाम को सुविधा रहेगी। अब बाकी डिटेल तो राष्ट्रपति भवन वर्कआउट करेगा और हम तब तक मंत्रिपरिषद की सूची राष्ट्रपति जी को सुपुर्द करेंगे। उसके बाद शपथ समारोह होगा। साथियों, सरकार एनडीए की एक प्रकार से एनडीए 1, एनडीए 2 और एनडीए 3 ये एक निरंतरता है और हमारे संकल्पों को लेकर के, सुशासन के प्रति हमारी प्रतिबद्धता को लेकर के और देश के सामान्य जन के सपनों को पूरा करने के प्रयास के रूप में इस निरंतरता को हम और अधिक ऊर्जा के साथ और अधिक व्यापक विजन के साथ आगे बढ़ाएंगे और समय सीमा में लक्ष्यों को प्राप्त करने का हमारा प्रयास रहेगा। 2014 में मैं बहुत नया था। मुझे अब एक लंबे समय तक इस कार्य का अनुभव मिला है, हमारी टीम को अनुभव मिला है और इसलिए हमारे लिए अब तुरंत ही काम को आगे बढ़ाना बहुत ही सरल रहने वाला है और इस अनुभव का लाभ भी देश की सेवा करने में मिलने वाला है। इन 10 साल के कार्यकाल के दरमियान
भारत की वैश्विक जो छवि बनी है, दुनिया के लिए एक विश्व बंधु के रूप में भारत उभरा है, इसका मैक्सिमम एडवांटेज अब शुरू हो रहा है। और मुझे पक्का विश्वास है ये 5 वर्ष वैश्विक परिवेश में भी भारत के लिए बहुत उपयोगी होने वाले हैं। दुनिया अनेक संकटों से गुजर रही है, अनेक तनावों से गुजर रही है, अनेक आपदाओं से गुजर रही है। ऐसी विकट परिस्थिति दुनिया ने बहुत लंबे अरसे के बाद देखी है। हर देश इन सारी समस्याओं के बीच अपने आप को बचाए रखना, बढ़ाते रहना, चुनौतियों का डगर डगर पे सामना कर रहा है। हम भारत वाले लोग, हम भारतवासी खुद नसीब हैं कि इतने बड़े संकटों के बावजूद भी हम आज विश्व की सबसे तेज गति से बढ़ने वाली इकोनॉमी के रूप में जाने गए हैं। ग्रोथ के विषय में भी दुनिया में हमारी वाहवाही हो रही है। अब एक स्टेबल गवर्नमेंट मिलने के कारण और परिचित व्यवस्था और नेतृत्व मिलने के कारण दुनिया का भारत के प्रति रुझान, भारत के प्रति उनका आना बहुत तेज गति से होने वाला है। और मुझे विश्वास है कि देश के सभी राज्यों को इसका लाभ मिलेगा। देश की युवा पीढ़ी को सबसे ज्यादा लाभ मिलेगा। विकास के नए ऊंचाइयों को छूने में एक वैश्विक भागीदारी का वातावरण आने वाले 5 साल में बनने वाला है। तो इसी संकल्पों और आदर्शों के साथ हम आगे बढ़ेंगे। मैं राष्ट्रपति जी का हृदय से आभार व्यक्त करता हूं कि एक बहुत बड़े महत्वपूर्ण दायित्व के लिए उन्होंने मुझे निमंत्रित किया है। आप सबका भी दोस्तों बहुत बहुत धन्यवाद। थैंक यू। നരേന്ദ്രമോദി 3ാം വട്ടവും പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ചുമതലയേറ്റെടുക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തത്സമയം ന്യൂസ് 18 കേരളം മലയാളത്തിന്റെ ദേശീയ ചാനൽ. വീണ്ടും ഇടവേള. ക്രൈസ്തവർക്ക് പങ്കുണ്ട് എന്നും BJP കരുതുകയാണ്. അതായത് കുറെ കാലമായി BJP നടത്തിയിരിക്കുന്ന ശ്രമങ്ങൾ അത് വിജയം കാണുന്നു എന്നതാണ്. ഇപ്പോൾ ആറ്റിങ്ങൽ വി മുരളീധരന്റെ പ്രചരണം ഉൾപ്പെടെ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് കാര്യമായി പ്രവർത്തിച്ചാൽ ഗുണമുണ്ടാകാം, നേട്ടമുണ്ടാകാം. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 30 സീറ്റ് ഒക്കെ നേടുന്ന നിലയിലേക്ക് ഭാവിയിൽ എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പൊതു സാഹചര്യം, നമുക്കറിയാം രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുമുന്നണിയിൽ രാജ്യസഭാ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയുമില്ല. ഫലത്തിൽ ജോസ് കെ മാണി ആകെ പ്രതിസന്ധിയിലാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യം എത്തുന്നുണ്ട്. കാരണം കടുത്തുരുത്തിയും പാലയുമാണ് കേരള കോൺഗ്രസിന്റെ തട്ടകമായ കോട്ടയത്ത് വളരെ പ്രാധാന്യത്തോടെയുള്ള 2 മണ്ഡലങ്ങൾ, അവർക്ക് അണികളുള്ള വോട്ടുള്ള മണ്ഡലങ്ങൾ. ആ 2 മണ്ഡലങ്ങളിലും കേരള കോൺഗ്രസ് എമ്മിന്റെ 2 ചിഹ്നം മത്സരിച്ചിട്ടും പരാജയപ്പെടുന്നു. 2 ഏതാണ്ട് 11,000 12,000 ഒക്കെ ലീഡുകൾ വരികയും ചെയ്യുന്നു. ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും പാലയിലോ കടുത്തുരുത്തിയിലോ മത്സരിച്ചാൽ ഒരുപക്ഷെ ജോസ് കെ മാണി വീണ്ടും വിജയിക്കും എന്ന് ഉറപ്പാകുന്ന ഒരു സാഹചര്യം എന്തായാലും ഈ ഘട്ടത്തിലും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് BJP നേതൃത്വം ഒന്ന് കയറി ഫോർവേഡ് കളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ജോസ് കെ മാണിക്ക് രാജ്യസഭാ പദവി, ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനം, ഈ 2 ഓഫറുകളാണ്
BJP അനൌദ്യോഗികമായി ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുമായി സംസാരിച്ച് ഒരു ഡീലിന് തുടക്കമിട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോസ് കെ മാണിയെ സംബന്ധിച്ച് ജോസ് കെ മാണി മുന്നണിയിലെത്തിയാൽ മധ്യ കേരളത്തിലെ പല സീറ്റുകളിലും നേട്ടമുണ്ടാക്കാം എന്നും അവർ കരുതുകയാണ്. ഈ പാല ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ BJPക്കും ഏതാണ്ട് 27,000-ഓളം വോട്ടുകൾ പിടിച്ച സാഹചര്യമുണ്ട്. N ഹരി മത്സരിച്ചപ്പോൾ 25,000 കിട്ടിയ സാഹചര്യമുണ്ട്. അതിൽ കേരള കോൺഗ്രസ് വോട്ടുകൾ കൂടി ചേർന്നാൽ അവിടെ മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങൾ അടക്കം പിടിക്കാൻ കഴിയുന്ന സാഹചര്യവുമുണ്ട്. ഈ മണിപ്പൂർ വിഷയമൊക്കെ കത്തി നിൽക്കുമ്പോൾ ക്രൈസ്തവ വോട്ടുകൾ BJPയിലേക്ക് പോയി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതും ജോസ് കെ മാണിക്കും ഒരു ആശ്വാസം നൽകുന്നതാണ്. കാരണം പോയാൽ ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഭയങ്കര തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയ്ക്ക് വലിയ പ്രസക്തിയില്ല എന്നും ഈ തെരഞ്ഞെടുപ്പ് ഫലം തിരിച്ചറിയുകയാണ്. രണ്ടാമത്തെ സാധ്യതയാണ് രഞ്ജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ LDFൽ രാജ്യസഭാ സീറ്റ് കിട്ടാതെ വന്നേക്കാം. രഞ്ജിത്ത് എവിടെ? അവിടെ ഉണ്ട്. നോക്കാം. രഞ്ജിത്തേട്ടൻ വിഷയം എടുത്തു. രഞ്ജിത്തിനെ കാണാനില്ലല്ലോ. 4-ാം തീയതി കണ്ടതാ. എവിടെ? എന്ത് വിധി ഇത്, വല്ലാത്ത ചതീത്. രാരയോ? രാര മുങ്ങിന്നാണ് ഇവിടെ വലിയ പാട്ട്. ബെറ്റിൽ തോറ്റ അന്ന് മുങ്ങിയതല്ലേ? ചിത്രം വ്യക്തമായപ്പോ മുങ്ങിയതല്ലേ? വാക്കുപാലിക്കുന്നതൊക്കെ നല്ലതാ. പക്ഷെ ഇനിയെങ്കിലും ഈ രീതിയിലുള്ള പ്രൊപ്പഗണ്ടകൾക്ക് പിറകെ പോയി ആപ്പിലാകാതെ നോക്കണം. ഉപദേശമായി കരുതണ്ട. പ്രൊപ്പഗണ്ടയല്ലോ, 400+ എന്നുള്ള നമ്മുടെ വിശ്വാസമായിരുന്നു. അത് നടന്നില്ല. ഞാൻ രേണുയോട് ബെറ്റ് വെച്ചു, ബെറ്റ് തോറ്റു, മീശ എടുത്തു. ഇനി കുറെ നാള് ഈ രൂപത്തിൽ തന്നെ കാണാം പ്രേക്ഷകർക്ക് വാർത്ത വായിക്കുന്നത്. മീശയല്ലേ, ഇനി വളർന്നു വരുമല്ലോ. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് KK ജോസ്. രാജ്യസഭാ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനുള്ള ചർച്ചകൾക്കായി തിങ്കളാഴ്ച LDF യോഗം ചേരും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും അന്ന് ചേരും. സീറ്റ് ആവശ്യപ്പെട്ട ഘടകകക്ഷികളുമായി അതിനു മുൻപ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയേക്കും. സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനാണ് CPI, RJD, കേരള കോൺഗ്രസ് M എന്നിവരുടെ തീരുമാനം. തൃശൂരിലെ തോൽവിയെക്കുറിച്ച് വിശദമായ പരിശോധന ആവശ്യമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തോൽവിക്കിടയാക്കി. കേരളത്തിൽ ആകെ ഇടതുമുന്നണിക്ക് എതിരായാണ് ജനവിധി വന്നത്. തൃശൂരിൽ സുരേഷ് ഗോപിക്ക് എങ്ങനെ വോട്ട് വർദ്ധിച്ചു എന്നതാണ് പരിശോധിക്കുന്നത്. CPM-ഉം CPI-യും ആഭ്യന്തരമായി തന്നെ അന്വേഷണം നടത്തും. തൃശൂരിലെ തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം കാരണമായെന്നും ഡീൽ നടത്തിയെന്ന് പറയുന്ന കോൺഗ്രസിന്റെ വോട്ട് എവിടെ പോയെന്നും KK വത്സരാജ് ചോദിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കടുത്ത പ്രതിസന്ധിയാണ് LDFൽ ഉടലെടുത്തിരിക്കുന്നത്. രാജ്യസഭാ സീറ്റിനായി ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് എമ്മും RJDയും സമ്മർദ്ദം ശക്തമാക്കുകയാണ്. CPM തമിഴ്നാട്ടിലെ സ്റ്റാലിനെ കണ്ടു പഠിക്കണമെന്നായിരുന്നു RJDയുടെ വിമർശനം. സീറ്റിന്റെ കാര്യത്തിൽ ഇടതുമുന്നണി തീരുമാനം തിങ്കളാഴ്ചയുണ്ടാകും. മുന്നണി യോഗവും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും അന്ന് വീണ്ടും ചേരും. CPM-നെ വിമർശിച്ചും ലീഗിനെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രം സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം. പിണറായി വിജയന്റെ ധാർഷ്ട്യം മുതൽ SFIയുടെ അക്രമം വരെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായി. ആഭ്യന്തര വകുപ്പിനെയും ആരോഗ്യ വകുപ്പിനെയും വിമർശിക്കുന്ന മുഖപ്രസംഗത്തിൽ CPM ജനങ്ങളിൽ നിന്ന് അകന്നുവെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചനയെന്നും വിലയിരുത്തുന്നു. പിണറായി വിജയന്റെ ധാർഷ്ട്യം മുതൽ SFIയുടെ അക്രമം വരെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയാകാനുള്ള കാരണങ്ങളായി സുപ്രഭാതം ചൂണ്ടിക്കാട്ടുന്നു. CPM ജനങ്ങളിൽ നിന്നും പൂർണ്ണമായി അകന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് എന്നാണ് സുപ്രഭാതം കുറ്റപ്പെടുത്തുന്നത്. അസഹിഷ്ണുതയുടെയും ധാർഷ്ട്യത്തിന്റെയും വക്താക്കളായി CPM നേതാക്കൾ നിറഞ്ഞാടുന്ന കാലമായിരുന്നു. പോലീസ് രാജിൽ സംസ്ഥാനത്ത് പൗരാവകാശം ചവിട്ടി അരയ്ക്കപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു. തുടർഭരണം നൽകിയ ധാർഷ്ട്യം പ്രാദേശിക നേതാക്കളെ പ്രാദേശിക നേതാക്കളിൽ നിന്നും സാധാരണക്കാരെ അകറ്റിയെന്നും കുറ്റപ്പെടുത്തുന്നു. ഇതേസമയം ലീഗിനെ മുക്തകണ്ഠം പ്രശംസിക്കുന്നതിനും എഡിറ്റോറിയൽ സ്ഥലം കണ്ടെത്തുന്നു. ഓരോ ജനവിധിയും ഉയരത്തിലേക്കുള്ള കോണിപ്പടിയാവുന്നത് ലീഗിന്റെ മാത്രം സവിശേഷത എന്നും ഈ സുപ്രഭാതം പറയുന്നുമുണ്ട്. എന്തായാലും വലിയ ആശയക്കുഴപ്പങ്ങൾ ലീഗും സമസ്തയും തമ്മിലുള്ള ഭിന്നതകൾ ഈ മേഖലയിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും ലീഗിനുള്ളിൽ ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ലീഗിനെ പുകഴ്ത്തിയും സർക്കാരിനെയും CPM-നെയും വിമർശിച്ചുമുള്ള ഈ സമസ്തയുടെ മുഖപ്രസംഗം വ്യക്തമാക്കുന്നത്.
വീണ്ടും ഇടവേള. അപ്പോൾ വീണ്ടും അതൊരു മുന്നണി ആകെ പ്രതിസന്ധിയിലാക്കുന്ന നിലയിലേക്ക് പോകും. UDF മടങ്ങാനുള്ള ഓഫറുകൾ നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്. ഇടതുമുന്നണി രാജ്യസഭാ സീറ്റ് നൽകിയില്ലെങ്കിൽ ജോസ് കെ മാണി എത്തുമെന്ന പ്രതീക്ഷയിലാണ് BJP നീക്കം. ജോസ് വന്നാൽ മധ്യകേരളത്തിൽ പല നിയമസഭാ സീറ്റുകളും പിടിച്ചെടുക്കാം എന്ന വിലയിരുത്തലിലാണ് BJP നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം ഉപയോഗപ്പെടുത്തി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാമെന്നും BJP വിലയിരുത്തുന്നു. BJPയിലേക്ക് സമീപകാലത്തെത്തിയ PC ജോർജ് ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്ത് ഇന്നലെ നിലപാടെടുത്തതും നമ്മൾ കണ്ടിരുന്നു. ജോസ് കെ മാണിയുടെ ഇടത് പ്രവേശനത്തെക്കുറിച്ച് ആദ്യ വാർത്ത നൽകിയതും News 18 തന്നെയാണ്. ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ശ്രീജിത്ത്, ഇത് ഇപ്പോൾ ഒരുപക്ഷെ ഒരു ചാഞ്ചാട്ടം ജോസ് കെ മാണിക്കുണ്ടായേക്കാം. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മധ്യകേരളത്തിലുണ്ട് താനും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയവും ഒപ്പം കയ്യിലിരിക്കുന്ന രാജ്യസഭാ സീറ്റ് ഇടതുമുന്നണി CPIക്ക് വേണ്ടി ഏറ്റെടുക്കുന്നതുമൊക്കെ ചർച്ചയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി. അതുകൊണ്ട് അങ്ങനെ തന്നെ ആകാനും സാധ്യതയുണ്ട്. പക്ഷേ ഇന്നലെ നമ്മൾ കേട്ടതാണ് കേരള കോൺഗ്രസ് നേതാവിൻ്റെ പ്രതികരണം. ജോബ് മൈക്കിളിൻ്റെ പ്രതികരണം കേട്ടിരുന്നു. 2 MP-മാരുമായി ഇടതുമുന്നണിയിലേക്ക് വന്ന പാർട്ടിയാണ് ഞങ്ങൾ എന്ന് ഓർക്കണം എന്ന തരത്തിൽ ആ അസംതൃപ്തി അവിടെ പുകയുന്നുണ്ട്. പക്ഷേ BJPയുടെ ഓഫർ അവർക്ക് മുന്നിൽ ഉണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ശ്രീജിത്ത് പുറത്തുവിടുന്നത്. അതിൻ്റെ സാഹചര്യം എന്താണ്? പ്രാഥമിക ചർച്ചകളിൽ എന്തെങ്കിലും തരത്തിലുള്ള മുന്നോട്ട് പോക്ക് ഇതിനുണ്ടായിട്ടുണ്ടോ? രഞ്ജിത്ത്, അതിനുള്ള സാഹചര്യം ഇപ്പോഴത്തെ കേരളത്തിലെ പൊളിറ്റിക്കൽ സാഹചര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായി മാറിയിരിക്കുന്നത്. തൃശ്ശൂരിൽ BJP വിജയിച്ചു. ആറ്റിങ്ങലും തിരുവനന്തപുരവും ആലപ്പുഴയും പോലുള്ള വിവിധ മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു. BJPയുടെ ഒരു കൃത്യമായ കണക്കിതാണ്. അതായത് ഈ തൃശ്ശൂർ അടക്കം ക്രൈസ്തവ വോട്ടുകൾ കൃത്യമായി ലഭിച്ചതുകൊണ്ടാണ്, വലിയ തോതിൽ ലഭിച്ചതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നും അവർ കണക്ക് കൂട്ടിയാണ്. മറ്റു മണ്ഡലങ്ങളിലെ വോട്ട് വർധനയിലും ക്രൈസ്തവർക്ക് പങ്കുണ്ട് എന്നും BJP കരുതുകയാണ്. അതായത് കുറേ കാലമായി BJP നടത്തിയിരിക്കുന്ന ശ്രമങ്ങൾ അത് വിജയം കാണുന്നു എന്നതാണ്. ഇപ്പോൾ ആറ്റിങ്ങൽ V മുരളീധരന്റെ പ്രചരണം ഉൾപ്പെടെ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് കാര്യമായി പ്രവർത്തിച്ചാൽ ഗുണമുണ്ടാകാം, നേട്ടമുണ്ടാകാം. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 30 സീറ്റ് ഒക്കെ നേടുന്ന നിലയിലേക്ക് ഭാവിയിൽ എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പൊതു സാഹചര്യം, നമുക്കറിയാം രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുമുന്നണിയിൽ രാജ്യസഭാ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയുമില്ല. ഫലത്തിൽ ജോസ് കെ മാണി ഷാഫി പറമ്പലിന്റെ റോഡ് ഷോയിൽ വനിതാ ലീഗിന് വിലക്ക്. പാനൂരിലെ ആഘോഷങ്ങളിൽ വനിതകൾ പങ്കെടുക്കേണ്ടെന്ന മുസ്ലിം ലീഗ് നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി PK ഷാഹുൽ ഹമീദിന്റേതാണ് ശബ്ദ സന്ദേശം. മതപരമായ നിഷ്കർഷയ്ക്ക് ഭംഗം വരുത്തുന്ന ആഘോഷം വേണ്ട, റോഡ് ഷോയിലും പ്രകടനത്തിലും പങ്കെടുക്കരുതെന്നും അഭിവാദ്യം ചെയ്താൽ മാത്രം മതിയെന്നും സന്ദേശത്തിൽ പറയുന്നു. അതേസമയം റോഡ് ഷോയിലും പ്രകടനത്തിലും പങ്കെടുക്കുന്നതിന് വനിതാ ലീഗിന് വിലക്കില്ല എന്ന് ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദ് വിശദീകരിച്ചു. വനിതാ ലീഗിന്റെ പ്രവർത്തകർ മതപരമായ നിഷ്കർഷത പുലർത്തുന്നതിൽ ജാഗ്രത വേണമെന്ന നിർദ്ദേശം മാത്രമാണ് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നും മഴയോടൊപ്പം ഉണ്ടാകുന്ന ഇടിമിന്നലുകൾ അപകടമാണെന്നും ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6750 രൂപ, പവന് 54,000 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5620, പവന് 44,960 രൂപയും. വെള്ളി ഗ്രാമിന് 99 രൂപ, കിലോയ്ക്ക് 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു ലൈവ് 6. നമസ്കാരം.